ഹായ് എവ്രി വൺ, ഇറ്റ്സ് മീ യുവർ ഡയറ്റീഷ്യൻ ജെഫ്രിയ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കർക്കിടക മാസത്തിലെ ഡയറ്റിനെ കുറിച്ചിട്ടാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മലയാളികൾ പ്രത്യേകിച്ച് കർക്കിടക മാസത്തിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകൾ തന്നെയാണ്. നമ്മുടെ സമ്മർ സീസൺ ഒക്കെ കഴിഞ്ഞിട്ട് മൺസൂണിന്റെ ഒരു സ്റ്റാർട്ടിംഗ് പീരീഡൂടെയാണ് ഈ കർക്കിടക മാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ 16-ാം തീയതി മുതലാണ് ഈ ഒരു വർഷത്തിലെ കർക്കിടകം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ഒരു പീരീഡ് ഓഫ് ടൈമിങ്ങിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്ലൈമറ്റിനകത്ത് പെട്ടെന്നുണ്ടാവുന്ന ഒരു ഷിഫ്റ്റ് ആണ് വരുന്നത്. അത് കൂടാതെ തന്നെ ശരിക്കും നമ്മുടെ ഹ്യൂമിഡിറ്റി വേരിയേഷനൊക്കെ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിങ്ങിലൂടെയാണ്. വാത പിത്ത കഫ ദോഷങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ വരുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് ആണ്. മെയിൻ ആയിട്ട് ഈ ഒരു ക്ലൈമാറ്റിക്കൽ ചേഞ്ചസ് കാരണം തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഇമ്മ്യൂണിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കൺസേൺസ് ഒക്കെ കൂടുതലായിരിക്കും. പിന്നെ നമ്മുടെ സ്കിൻ ഏറ്റവും കൂടുതൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് ആയിരിക്കും. നമ്മുടെ ബോൺ ഡെൻസിറ്റി ഒക്കെ കുറയാനുള്ള ചാൻസസ് ഒക്കെയും വളരെ കൂടുതലാണ്. അപ്പൊ നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത്, പ്രത്യേകിച്ച് നമ്മുടെ ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പീരീഡ് ഓഫ് ടൈമിംഗ് ആണ്. അപ്പൊ ഈ ഒരു സമയത്ത് നമ്മൾ ഹെൽത്തി ആയിട്ട് ഭക്ഷണം കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക. നമുക്ക് കർക്കിടക കഞ്ഞിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇപ്പൊ നമുക്ക് പല ഫോമുകളിലൊക്കെ കർക്കിടക കിറ്റുകളൊക്കെ കിട്ടുന്നതാണ്. അത് കൂടാതെ തന്നെ നമുക്ക് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ പണ്ട് മുതലേ കേട്ടിട്ടുള്ള കാര്യമാണ് പത്തില തോരനൊക്കെ. ഇതൊക്കെ നമുക്ക് നമ്മുടെ ഡയറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. മെയിൻ ആയിട്ട് നോൺ വെജ് ഫുഡ് ഐറ്റംസ് കുറയ്ക്കുന്നതാണ് ഈ ഒരു പീരീഡ് ഓഫ് ടൈമിങ്ങിൽ ഏറ്റവും നല്ലത്. ഇനി അഥവാ ഇൻക്ലൂഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ സൂപ്പ് ഫോർമാറ്റിലൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ്. പരമാവധി നമ്മൾ ഡൈജസ്റ്റ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. പ്രത്യേകിച്ച് റെഡ് മീറ്റ്, കേർഡ്, ഇതൊക്കെ ഡൈജസ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ ഇത് പരമാവധി കുറച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഡൈജസ്റ്റ് ചെയ്യുന്ന ഹെൽത്തി ഫുഡ് ഓപ്ഷൻസ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ എന്തൊക്കെ കഴിക്കണം, എന്തൊക്കെ അവോയ്ഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കർക്കിടക മാസം നിങ്ങൾ ഹെൽത്തി ആയിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നിങ്ങളുടെ ശരീരവും മനസ്സും ഒക്കെ നന്നായിട്ട് ഇരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. താങ്ക്